ഹായ് എവരിവൺ, എൻ്റെ പേര് ദേവനന്ദ PV. ഞാൻ എയിംസ് നാഗ്പൂരിൽ തേർഡ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. അപ്പം നമ്മൾ ഇന്ന് ഒരു പുതിയ യൂണിറ്റിലേക്ക് കടക്കുകയാണ്, അതായത് ബയോടെക്നോളജി. ബയോടെക്നോളജി എന്ന് പറഞ്ഞാൽ എന്താ? ബയോടെക്നോളജി എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ ഒരു മൈക്രോ ഓർഗാനിസം അല്ലെങ്കിൽ പ്ലാന്റ് സെൽ അല്ലെങ്കിൽ അവരുടെ പ്രോഡക്ട്സ് അവരെ നമ്മൾ ജനറേറ്റ് ചെയ്ത് മോഡിഫൈ ചെയ്ത് നമുക്ക് ഇൻഡസ്ട്രിയൽ സ്കെയിലിൽ കുറെ പ്രൊഡക്ട്സും നമുക്ക് ബാക്കിയുള്ള ഹ്യൂമൻ ബീങ്സിന് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് കൊടുക്കുന്നതാണ് ബയോടെക്നോളജി. ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് ബയോടെക്നോളജി നോക്കും, പിന്നെ റീകോമ്പിനന്റ് DNA ടെക്നോളജി എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് നോക്കും, പിന്നെ റീകോമ്പിനന്റ് DNA ടെക്നോളജിയുടെ പ്രോസസ്സസ് എങ്ങനെയാണെന്ന് നോക്കും. അപ്പോൾ ബയോടെക്നോളജി എന്താന്ന് ഞാൻ പറഞ്ഞു. അതെന്താ, നമ്മളൊരു ബയോ എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഭൂമിയിലുള്ള എല്ലാ ലിവിങ് ബീങ്സ്, അതായത് മൈക്രോ ഓർഗാനിസം തൊട്ട് പ്ലാന്റ്സ്, അനിമൽസ്, നമുക്ക് അവരുടെ എന്തെങ്കിലും അവരുടെ എന്തെങ്കിലും മറ്റേ ബോഡിയുടെ പ്രോഡക്റ്റ് എക്സ്ട്രാക്ട് ചെയ്ത് നമുക്ക് മോഡിഫൈ ചെയ്ത് നമ്മളുടെ ആവശ്യത്തിന് യൂസ് ചെയ്യും. അതിനെയാണ് ബയോടെക്നോളജി എന്ന് പറയാം. ഇനി ഓൾഡ് ബയോടെക്നോളജി ഉണ്ട്. അതെന്താ, അത് ആക്ച്വലി മൈക്രോ ഓർഗാനിസത്തിന് നാച്ചുറൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കഴിവുകളില്ലേ, അതിന് മാനിപ്പുലേറ്റ് ചെയ്യാം. അതിന്റെ എക്സാമ്പിൾ ആണ് നമുക്കറിയാം പെൻസിലിൻ ആന്റിബയോട്ടിക്. അത് എഴുതുന്നെടുത്ത് നമ്മളുടെ പെൻസിലിൻ നൊട്ടാറ്റം എന്ന് പറയുന്ന ബാക്ടീരിയ എന്നാണ് നമ്മളുടെ അലക്സാണ്ടർ ഫ്ലെമിംഗ് കണ്ടുപിടിച്ചത്. ഓക്കെ, അല്ലെങ്കിൽ സിട്രിക് ആസിഡ് അല്ലെങ്കിൽ ലാക്ടിക് ആസിഡ് ഉണ്ടാവുന്നത് നമ്മളുടെ കേർഡില്. അതൊക്കെയാണ് ഓൾഡ് ബയോടെക്നോളജി. ഈ ന്യൂ ബയോടെക്നോളജി എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലുള്ള DNA ഇല്ലേ, DNA എന്തെങ്കിലുമൊക്കെ ബോഡി ആണെങ്കിൽ ഹ്യൂമൻസോ അല്ലെങ്കിൽ അനിമൽസിലുള്ള DNA മോഡിഫൈ ചെയ്ത് ബാക്കി എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റായി യൂസ്ഫുൾ ആയി ഉപയോഗിക്കുക. അതാണ് ന്യൂ ബയോടെക്നോളജി. ഓക്കെ, അപ്പോൾ ന്യൂ ബയോടെക്നോളജിയുടെ എക്സാമ്പിൾ ആണ് നമുക്ക് ഈ നമ്മളുടെ ഹ്യൂമൻ ബീങ്സിന്റെ ഉള്ളിൽ ഒരു ജീൻ ഉണ്ട്, അതെന്താ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീൻ. അത് ട്രാൻസ്ഫർ ചെയ്ത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് ഈ ബാക്ടീരിയകളിൽ. എന്ത് പോലെ ഈക്കോലൈ പോലത്തെ ബാക്ടീരിയനെ എക്സ്പ്രസ് ചെയ്യും. ഇനി മോഡേൺ ബയോടെക്നോളജി എന്ന് പറയുന്നത് അതിൽ പല ടൈപ്പ് ഓഫ് പ്രോഡക്ട്സ് ഉണ്ടാവും. ബയോകെമിസ്ട്രി, ടിഷ്യൂ കൾച്ചർ, കെമിക്കൽ എഞ്ചിനീയറിംഗ്, ഇതെല്ലാം മോഡിഫൈ ചെയ്തിട്ടാണ് ഈ മോഡേൺ ബയോടെക്നോളജിയിൽ ചെയ്യുന്നത്. നമുക്ക് ഇതിന്റെ നോട്ട്സ് ചെയ്യാം. ഓക്കെ, ബയോടെക്നോളജി എന്താണെന്ന് ഞാൻ പറഞ്ഞു. അത് ആക്ച്വലി നമ്മുടെ മൈക്രോ ഓർഗാനിസം, അനിമൽസിനെ, പ്ലാന്റ്സിനെ യൂസ് ചെയ്ത് അവരുടെ പ്രൊഡക്ട്സിന് പല പ്രോഡക്ട്സ് ഇൻഡസ്ട്രിയൽ സ്കെയിലിൽ ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ ബയോടെക്നോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത് ബയോടെക്നോളജി. 2 ടൈപ്പ് ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞു, ഓൾഡും ന്യൂയും. ഓൾഡ് എന്ത് ചെയ്യും, അത് ആക്ച്വലി നമ്മളുടെ നാച്ചുറൽ കേപ്പബിലിറ്റി അത് ടെസ്റ്റ് ചെയ്യാം. ഇതിന്റെ എക്സാമ്പിൾ ആണ് പെൻസിലിൻ.
ന്യൂ ബയോടെക്നോളജി എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് DNA റീകോമ്പിനന്റ് DNA ടെക്നോളജി. ഓക്കെ, ഇതാണ് ബയോടെക്നോളജി. ഇനി നമുക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് ബയോടെക്നോളജിയാണ് കടക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ജനറ്റിക് എഞ്ചിനീയറിംഗ്. നിങ്ങൾ ആലോചിക്കുക, എന്തായിരിക്കും ജനറ്റിക് എഞ്ചിനീയറിംഗ്? ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ റീകോമ്പിനന്റ് DNA ടെക്നോളജി അല്ലെങ്കിൽ ജീൻ സ്പ്ലൈസിംഗ് എന്ന് പറയും. അത് ബയോടെക്നോളജിയുടെ ഒരു ടൈപ്പാണ്. അതിൽ നമ്മൾ എന്ത് ചെയ്യും, DNA മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ യൂസ്ഫുൾ ആയ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ എന്താ, ഡീൽസ് വിത്ത് ഐസൊലേഷൻ ഓഫ് എന്താ യൂസ്ഫുൾ ജീൻസ് ആണ്. നമുക്ക് പല സോഴ്സിൽ നിന്ന് നമ്മൾ യൂസ്ഫുൾ ഒരു ക്യാരക്ടറിന്റെ യൂസ്ഫുൾ ആയിട്ടുള്ള ജീൻ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് അതിന്റെ പുതിയ കോമ്പിനേഷൻസ് ഉണ്ടാക്കും. DNA റിപ്പയർ ചെയ്ത് ഇംപ്രൂവ്മെന്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ മാച്ച് ചെയ്തിട്ടുള്ള ജീനോട്ടെ എന്നിട്ടുണ്ടാവും പുതിയ പ്രോഡക്റ്റിനെയാണ് നമ്മൾ എന്താ പറയുക, അങ്ങനത്തെ സയൻസിനെയാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ജനറ്റിക് എഞ്ചിനീയറിംഗ് ഞാൻ പറഞ്ഞു, നമുക്ക് ആർട്ടിഫിഷ്യലി അല്ലെങ്കിൽ ഡെലിബറേറ്റ്ലി നമുക്ക് ഒരു DNA മോഡിഫൈ ചെയ്ത് ജീൻ മോഡിഫൈ ചെയ്യും നമ്മുടെ ഹ്യൂമൻ നീഡ്സിനനുസരിച്ച്. ഇനി ജനറ്റിക് എഞ്ചിനീയറിംഗ് നമുക്ക് എന്ത് ഈ DNA ആക്ച്വലി എന്ത് ചെയ്യണം, DNA ഡബിൾ സ്റ്റാൻഡേർഡ് ആണെന്ന് അറിയാം. അത് അതിന് നമുക്ക് ആവശ്യമില്ല, നമുക്ക് ഏത് പാർട്ട് ഓഫ് ജീനാ വേണ്ടത് അതനുസരിച്ച് DNA ബ്രേക്ക് ചെയ്യാം. അതിനെ ബ്രേക്ക് ചെയ്യാൻ സഹായിക്കണം എന്താ, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. എന്നിട്ട് അതാണ് എന്താ ഒരു സ്പെസിഫിക് DNA സെഗ്മെന്റ് ഐസൊലേറ്റ് ചെയ്യുക. എന്നിട്ട് അത് എന്ത് ചെയ്യും, ഇൻസേർട്ട് ചെയ്യും വേറെ DNA മോളിക്യൂളിൽ ഒരു ഡിസൈഡ് പൊസിഷനിൽ. അതായത് ഞാനൊരു DNA ഒരു പീസ് കട്ട് ചെയ്തു, എനിക്ക് ആവശ്യമുള്ള പീസ് അത് എന്നിട്ട് ഞാൻ വേറൊരു DNA ജോയിൻ ചെയ്തു പുതിയൊരു ടൈപ്പ് റീകോമ്പിനന്റ് DNA ഉണ്ടാക്കി. ഇതാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ്. അപ്പോൾ ഈ പുതിയ DNA മോളിക്യൂളിനെയാണ് നമ്മൾ എന്ത് പറയാ, റീകോമ്പിനന്റ് DNA. ഇനി ഫാദർ ഓഫ് ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന പോൾ ബർഗ് ആണ്. പോൾ ബർഗ് ആക്ച്വലി എന്താ ഒരു SV40 വൈറസിന്റെ സ്ട്രെയിൻ ജീനിന്റെ വൈറസിന്റെ ഒരു ജീനാണ് നമ്മളുടെ ഈക്കോളൈ ബാക്ടീരിയയിൽ എന്താ പറയുക ട്രാൻസ്ഫർ ചെയ്തത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലാംഡ ഫേജ്. ഓക്കെ ഓക്കെ, ജനറ്റിക് എഞ്ചിനീയറിംഗ് നോക്കാം. അപ്പൊ ഇതാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ്. ജനറ്റിക് എഞ്ചിനീയറിംഗ് നമ്മ ഒരു ടെക്നിക്കാണ് എന്ത്, നമുക്ക് ആവശ്യമുള്ള ഒരു മോഡിഫൈങ് DNA ജീൻ ഉണ്ടാക്കാവുന്ന ടെക്നിക്കാണ്.
ഓക്കെ. ഇനി അപ്പൊ നമ്മൾ പറഞ്ഞ പുതിയ മോളിക്യൂൾ എങ്ങനെ ഉണ്ടാക്കണം, അതായത് ഒരു ഡിസൈഡ് പോർഷൻ എന്ത് ചെയ്യും, കട്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ആ ഡിസൈഡ് പ്ലേസസിലുണ്ട് നമുക്ക് ഇഷ്ടമുള്ള DNA നമ്മൾ ഇൻസേർട്ട് ചെയ്ത് പുതിയ DNA ഉണ്ടാക്കും. അപ്പൊ DNA മോളിക്യൂൾ ഒരു 2 ഡിസൈഡ് പ്ലേസസ് നമ്മൾ കട്ട് ചെയ്യും. എങ്ങനെ? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസസ് വഴി. हाय देवेंद्र। यस सर। देवेंद्र, मैं ना एक टिप दे रहा था आपको आज। हाँ वो टिप ये थी कि जब हम लोग पढ़ाते हैं तो हाँ पढ़ाते समय अगर हम लोग का कम्युनिकेशन ब्रेक हो जाता है स्टूडेंट के साथ में, तो हाँ कहीं ना हाँ। कहीं वो ना दूसरी तरफ मूव हो जाते हैं। मतलब अच्छा। ये है कि हमें ना बराबर से उनके साथ कम्युनिकेशन करता रहना पड़ेगा, जिससे कि वो ना कहीं और भटक नहीं जाए। हाँ मतलब वो सर, मैं हमारी तरफ ही पहले कंसंट्रेट पढ़ाती करें। हूँ, फिर मैं वो नोट्स लिखती हूँ उनके हाँ, लिए बस। लेकिन आप लिखते समय भी ना हाँ हाँ कुछ ना कुछ आपको बोलना ही है। मतलब आप यही बोलते रहो हाँ जो आप हाँ, लिख रहे हो, ठीक है सर। तो भी चलेगा। हाँ एक्चुअली क्या है ना, जब कभी हम मूवी देखते हैं और बीच में ऐड आ जाते हैं, हाँ तो हाँ हम हाँ लोग क्या करते हैं, म्यूट कर देते हैं और अपना काम कर लेते हैं थोड़ा सा 2 मिनट का। हाँ हाँ, समझ गए। तो ऐसे ही जब आप लिख रहे हो ना, तो कम्युनिकेशन हाँ बीच में ब्रेक हो जाएगा, तो बच्चा इधर उधर भटकेगा। हाँ हाँ, ओके सर। तो हमें उसको ना बांध के रखना है। हाँ, तो आप कुछ ना कुछ बोलते रहो, पॉज मत लो। ഓക്കെ ठीक ഓക്കെ ഓക്കെ. है, ओके, थैंक यू। ഇപ്പൊ ജനറ്റിക് എഞ്ചിനീയറിംഗ് ഞാൻ പറഞ്ഞു, നമ്മൾ മാനിപ്പുലേഷൻ എന്ത് ചെയ്യും, ഒരു DNA ബ്രേക്ക് ചെയ്ത് അതിൽ നമ്മൾ 2 ഇഷ്ടമുള്ള സ്ഥലത്ത് എന്ത് ചെയ്യും, കട്ട് ചെയ്യും വിത്ത് ദ ഹെൽപ്പ് ഓഫ് എന്താ, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസസ്. മനസ്സിലായല്ലോ? എന്നിട്ട് നമ്മൾ അത് ജോയിൻ ചെയ്യും വേറെ DNA ആയിട്ട്. അതിനെയാണ് നമ്മൾ പറയാ എന്ത്, റീകോമ്പിനന്റ് DNA. ഓക്കെ. അപ്പൊ നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള DNA ആയിട്ട് നമ്മൾ ജോയിൻ ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, റീകോമ്പിനന്റ് DNA ഉണ്ടാക്കി നമ്മളുടെ ഹ്യൂമൻ നീഡ്സിന് താല്പര്യമുള്ള പോലെ. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മളുടെ എന്ത്, ജനറ്റിക് എഞ്ചിനീയറിംഗ്. അപ്പൊ ജനറ്റിക് എഞ്ചിനീയറിംഗ് വേറൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുന്നത് പോൾ ബർഗ് ആണ്. പോൾ ബർഗ് എന്താ, ആള് ആക്ച്വലി എന്താ, ഫാദർ ആണ്. ജനറ്റിക് എഞ്ചിനീയറിംഗ് ഫാദർ. ആളെന്താ, SV40 വൈറസിന്റെ ഒരു ജീൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് പോൾ ഈ കോളിയിലേക്ക്. SV40 വൈറസ്. ഓക്കെ. എന്താ, ഈ കോളിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. എങ്ങനെ? വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലാംഡ ഫേജ്. ഓക്കെ. ഇതാണ് എന്ത്, ഫസ്റ്റ് എന്താ പറയാ, നമ്മളുടെ ബയോടെക്നോളജിയിലത്തെ ഫസ്റ്റ് പ്രോസസ്. അതാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ്. ഇനി നമുക്ക് എന്താ നോക്കുന്നത്, ഇനി ടൂൾസ് ആൻഡ് ടെക്നിക്സ്. നമുക്ക് ഈ ജനറ്റിക് എഞ്ചിനീയറിംഗ് ചെയ്യാനുള്ള എന്തൊക്കെ വഴികളുണ്ട്, എന്തൊക്കെ ഇൻസ്ട്രുമെന്റ്സ്, ടൂൾസ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും, എന്നാണ് നമുക്ക് അറിയേണ്ടത്. അതിൽ ഫസ്റ്റ് എന്താ, ലൈസിങ് എൻസൈംസ് ആണ്. ലൈസിങ് എൻസൈംസ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ എന്താ DNA ഓപ്പൺ ചെയ്യാൻ, ആ DNA സെൽസിനെ ഓപ്പൺ ചെയ്ത് അവിടെ ജനറ്റിക് എക്സ്പെരിമെന്റ്സ് ചെയ്യാൻ. ബാക്ടീരിയൽ സെൽ വോൾ നിങ്ങൾക്ക് അറിയാം. നിങ്ങൾക്ക് ആ ബാക്ടീരിയൽ സെൽ വോളിനെ ലൈസിസ് ചെയ്താൽ നമുക്ക് ബാക്ടീരിയയുടെ ഉള്ളിൽ ഈ ജനറ്റിക് ഇതിൽ കടക്കാൻ പറ്റും. അതാണ് ലൈസിങ് എൻസൈംസ്. ഓക്കെ. ലൈസിങ് എൻസൈംസ് നമുക്ക് DNA ഉള്ളിൽ കടക്കാനുള്ള ഒരു വഴിയാണ്. അത് കഴിഞ്ഞാൽ ക്ലീവിങ് എൻസൈംസ്. ക്ലീവിങ് എൻസൈംസ് 3 ടൈപ്പ് ഉണ്ട്.
ഒന്ന് എക്സോന്യൂക്ലിയേസസ്, എൻഡോന്യൂക്ലിയേസസ്, പിന്നെ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസസ്. അപ്പൊ എക്സോന്യൂക്ലിയേസസ് എന്ന് പറയുന്നത് അത് ഒരു നമ്മളെ 5' 3' എൻഡില്ലേ, ആ DNA മോളിക്യൂളിന്റെ 5' 3' എൻഡിൽ എവിടെ വേണമെങ്കിലും അവർ എന്ത് ചെയ്യും, ബ്രേക്ക് ചെയ്യും. ആ ബ്രേക്ക് ചെയ്ത് എന്ത് ചെയ്യും, നമുക്ക് എൻഡിലാണ് അവർ ബ്രേക്ക് ചെയ്യുക, എക്സോ പുറത്ത്, മനസ്സിലായോ? ഇനി എൻഡോന്യൂക്ലിയസ് എന്ന് പറയുന്നത് എന്താ, അത് ഈ എൻഡുകൾ ഒഴിച്ച് ഏതൊരു പോയിന്റിലും അവരെന്ത് ചെയ്യും, ബ്രേക്ക് ചെയ്യും. എൻഡോന്യൂക്ലിയസസ് മീൻസ് എൻഡോ ഉള്ളില്. ഇനി ഞാൻ പറഞ്ഞ 3 ടൈപ്പാണ് ക്ലീവിങ് എൻസൈംസ്: എക്സോന്യൂക്ലിയേസസ്, എൻഡോന്യൂക്ലിയേസസ്, പിന്നെ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസസ്. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസസ് എന്ത് ചെയ്യും, അവര് DNA ഡ്യൂപ്ലെക്സ് എന്താ ഒരു സ്പെസിഫിക് പോയിന്റ്സിൽ ക്ലീവ് ചെയ്യും. ഇങ്ങനെ അവർ ക്ലീവ് ചെയ്ത് എന്ത് ചെയ്യും, ഒരു ഷോർട്ട് സിംഗിൾ സ്ട്രാൻഡഡ് ഫ്രീ സ്ട്രാൻഡ് എന്താക്കും, DNA മോളിക്യൂൾ DNA പകുതിയാക്കും. അപ്പൊ 3 ടൈപ്പ് ഞാൻ പറഞ്ഞു. ഫസ്റ്റ് നമുക്ക് ലൈസിസ് ചെയ്യണം, നമ്മളെ ബാക്ടീരിയ എന്തിന്റെ ആയാലും സെൽ വാളിനെ ലൈസിസ് ചെയ്യണം. അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം, ബാക്ടീരിയ ലൈസിസ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ എന്താ വേണ്ടത്, ബാക്ടീരിയ ലൈസിസ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനെ കട്ട് ചെയ്യണം. ബാക്ടീരിയ നമ്മൾ DNA ഉള്ളിൽ എത്തി, ഇനി DNA നമുക്ക് കട്ട് ചെയ്യണം. അതിന് നമുക്ക് 3 ക്ലീവിങ് എൻസൈംസ് ഉണ്ട്: എക്സോന്യൂക്ലിയേസസ്, എൻഡോന്യൂക്ലിയേസസ്, പിന്നെ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസസ്. ഇനി ഈ റെസ്ട്രിക്ഷൻ എൻസൈം, അതായത് ECOR 1, ഇത് ആർബർ സ്മിത്തും നാപ്റ്റൻസ് എന്ന് പറഞ്ഞ 3 സയന്റിസ്റ്റുകളാണ് അവർ കണ്ടുപിടിച്ചത്. ഈ എൻസൈം എന്ത് ചെയ്യും, ബാക്ടീരിയയിൽ എക്സിസ്റ്റ് ചെയ്യും. അപ്പൊ അവർക്ക് എന്താ, ഈ ക്ലീവേജ് അല്ലാണ്ട് കുറച്ച് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് കേപ്പബിലിറ്റി ഉണ്ട്. എന്തിന്, ECOR R1. അപ്പൊ റെസ്ട്രിക്ഷൻ എൻസൈംസ് നമ്മൾ ഈ റീകോംബിനന്റ് DNA ടെക്നോളജിയിൽ യൂസ് ചെയ്യും. കാരണം എന്താ, അത് നമുക്ക് ഇൻവിട്രോ നമുക്ക് ഒരു സ്പെസിഫിക് DNA സീക്വൻസ് കട്ട് ചെയ്യാനും ഐഡന്റിഫൈ ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ന്യൂക്ലിയോടൈഡിന്റെ ഒരു സീക്വൻസ് ഉണ്ടാക്കാൻ സഹായിക്കും. ഈ സ്പെസിഫിക് ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഉണ്ടാക്കാൻ സഹായിക്കുന്നതാണ് റെസ്ട്രിക്ഷൻ എൻസൈം. അത് പാലിൻഡ്രോമിക് ആണ്. പാലിൻഡ്രോമിക് എന്ന് പറയുന്നത് എന്താ, അത് ആക്ച്വലി DNA സീക്വൻസ് നമ്മൾ 5' to 3' എൻഡ് വായിച്ചാലും 3' to 5' എൻഡ് വായിച്ചാലും എന്താ സെയിം ആയിരിക്കും. അതായത് ഞാൻ മലയാളം എഴുതി, ഇത് ഞാൻ ഈ റിവേഴ്സ് വായിച്ചാലും എന്താ മലയാളം അല്ലേ, ഇവിടുന്ന് ഫ്രണ്ട് നിന്ന് വായിച്ചാലും മലയാളം. അപ്പൊ അതാണ് എന്താ ആക്ച്വലി പാലിൻഡ്രോം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഞാൻ ഒരു സൈഡിൽ നിന്ന് വാങ്ങിച്ചാലും മറ്റേ സൈഡിൽ നിന്ന് വാങ്ങിച്ചാലും ഒരേപോലെ. ഓക്കെ, അപ്പൊ ഇതാണ് ടൂൾസ്. എന്തൊക്കെയാ പറഞ്ഞ, ഞാൻ ആദ്യം ഇനി റെസ്ട്രിക്ഷൻ എൻസൈമിന്റെ ഇത് എന്താ പറയാ, ഇത് പറഞ്ഞുതരാം. റെസ്ട്രിക്ഷൻ എൻസൈം എങ്ങനെയാണ്, ഈ DNA ഫ്രാഗ്മെന്റ്സ് എന്താ ക്ലീവേജ് വഴി ഷോർട്ട് സിംഗിൾ സ്റ്റാൻഡേർഡ് എൻസ് അവർ ഓവർ ഹാങ് ചെയ്യും. ഇനി നമ്മൾ കട്ട് ചെയ്ത ഓവർ ഹാങ്ങിങ് എൻസിന് എന്ത് ചെയ്യണം, എന്താ പറയാ, സ്റ്റിക്കി എൻസ് ആണ്. കാരണം അവരെന്ത് ചെയ്യും, വേറൊരു DNA മോളിക്യൂളായിട്ട് സ്റ്റിക്ക് ചെയ്യാനുള്ള കഴിവുണ്ട് എൻഡുകളിൽ. അതിന് നമുക്ക് സ്റ്റിക്കി എൻസ് എന്ന് പറയും. അപ്പൊ നമ്മൾ DNA സാമ്പിൾസിന് 2 സെയിം റെസ്ട്രിക്ഷൻ എൻസൈം വെച്ച് 2 ഡിഫറെന്റ് DNA സാമ്പിൾസ് കട്ട് ചെയ്യുമ്പോൾ എന്താ ആലോചിക്കേണ്ടത്, നമ്മൾ ഒരു പുതിയൊരു റീകോംബിനന്റ് DNA ഉണ്ടാക്കാൻ പറ്റുമെന്ന് ആലോചിക്കണം. ഇപ്പൊ എക്സെപ്ഷണലി എന്താ, സം എൻസൈംസ് എന്ത് ചെയ്യും, 2 സ്ട്രാൻഡ്സും DNA സെയിം ന്യൂക്ലിയോടൈഡ് പൊസിഷനിൽ കട്ട് ചെയ്യും. അങ്ങനെയുള്ളപ്പോഴാണ് ബ്ലണ്ട് എൻഡ് അല്ലെങ്കിൽ ഫ്ലഷ് എൻഡ് എന്ന് പറയുന്നത്. ഒരെണ്ണം ഞാനിപ്പോ 5' എൻഡിൽ ഒരെണ്ണം 3' എൻഡിൽ കട്ട് ചെയ്ത് അതിന് സ്റ്റിക്കി എൻസ് എന്ന് പറയും. അപ്പൊ ഞാൻ സെയിം പൊസിഷനിൽ ഒരു DNA സീക്വൻസിനെ കട്ട് ചെയ്താ അതിനെന്താ പറയാ, അതാണ് ബ്ലണ്ട് എൻഡ്. ഓക്കെ, അപ്പൊ ഞാൻ ഇതിന്റെ സ്റ്റെപ്സ് കാണിച്ചു തരാം. ഇതേ നോക്കാം. ഫസ്റ്റ് എന്ത് ചെയ്യും, റെസ്ട്രിക്ഷൻ എൻസൈമിന്റെ ആക്ഷൻ ആണ് ഇത് കാണിക്കുന്നത്. ECOR R1 റെസ്ട്രിക്ഷൻ എൻസൈം ആണ്. ഇതിൽ നമ്മൾ ഈ എൻസൈം എന്ത് ചെയ്യും, DNA സ്ട്രാൻഡ് സെയിം സൈറ്റ് കട്ട് ചെയ്യും. ഓക്കെ, എന്നിട്ട് എന്തുണ്ടാക്കും, സ്റ്റിക്കി എൻസ് ഉണ്ടാക്കും. ഈ സ്റ്റിക്കി എൻസ് പിന്നെ എന്ത് ചെയ്യും, വേറെ DNA ആയിട്ട് ജോയിൻ ചെയ്ത് എന്താ റീകോംബിനന്റ് DNA ആവും. കണ്ട, ഇത് ഫോറിൻ DNA.
ഇത് ഫോറിൻ DNA, ഇത് നമുക്ക് ഇതിന്നാണ് ഇതിലേക്ക് ഇടേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിന്ന് സ്റ്റിക്ക് ചെയ്യേണ്ടെടുത്തു, ഇതൊന്നും സ്റ്റിക്ക് ചെയ്യേണ്ടെടുത്തു, ഇത് രണ്ടും ജോയിൻ ചെയ്ത് എന്തുണ്ടാക്കി, റീകോമ്പിനന്റ് DNA ഉണ്ടാക്കി. ഓക്കെ ഓക്കെ നമുക്ക് ഇതുവരെ പഠിച്ചതൊന്ന് എഴുതാം. ടൂൾസ് ആൻഡ് ടെക്നിക്കാണ് ജനറ്റിക് എഞ്ചിനീയറിംഗിന്റെ. അപ്പോൾ കുറെ സ്പെസിഫിക് കൈൻഡ് ഓഫ് എൻസൈംസ് ഉണ്ട് ജനറ്റിക് എഞ്ചിനീയറിംഗ്. ഒന്ന് ലൈസിങ് എൻസൈംസ്, പിന്നെ എന്താ ക്ലീവിങ് എൻസൈംസ്. ഫസ്റ്റ് എന്താ ലൈസിങ് എൻസൈംസ്. ലൈസിങ് എൻസൈംസ് എന്താ ഞാൻ പറഞ്ഞു, അത് നമ്മളുടെ ബാക്ടീരിയയുടെ ഉള്ളിലത്തെ DNA കടക്കാൻ വേണ്ടി ബാക്ടീരിയൽ സെൽ വോൾ ലൈസിസ് ചെയ്യും. ഇങ്ങനെ ലൈസോസോം ഒക്കെ വഴി, ലൈസോസൈം വഴി, അങ്ങനെയാണ് നമ്മൾ ഉള്ളിൽ വരിക. എന്താ ഓപ്പണിംഗ് ദ സെൽസ് ആണ് DNA കിട്ടാൻ വേണ്ടി. ഇതിന്റെ എക്സാമ്പിൾ ആണ് എന്ത്, ലൈസോസൈം. ലൈസിങ് എൻസൈംസ് ആണ് ലൈസോസൈം. ഇനി ക്ലീവിങ് എൻസൈംസ്. ക്ലീവിങ് എൻസൈംസ് എന്താ, കട്ട് ചെയ്യാനാണ്. ക്ലീവിങ് എൻസൈംസ് 3 ടൈപ്പ് ഉണ്ട്. എക്സോന്യൂക്ലിയേസ്, എൻഡോന്യൂക്ലിയേസ്, പിന്നെന്താ റെസ്ട്രിക്ഷൻ എൻസൈംസ്, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസസ്. ഓക്കെ, ഇനി എക്സോന്യൂക്ലിയേസസ്, പേരിൽ തന്നെയുണ്ട് എക്സോ, അവര് പുറത്തുള്ളത്. എക്സിറ്റ്, അതായത് 5 പ്രൈം അല്ലെങ്കിൽ 3 പ്രൈം എൻസിലാണ് അവര് ന്യൂക്ലിയോടൈഡ്സ് കട്ട് ചെയ്യുക. ഓക്കെ, ഇനി എൻഡോന്യൂക്ലിയേസസ് എന്താ. എൻഡോന്യൂക്ലിയേസസ് നമ്മളുടെ DNA ന്യൂക്ലിയസ് ഏതൊരു പോയിന്റും കട്ട് ചെയ്യും, എക്സെപ്റ്റ് ഫോർ എന്താ എൻസ്. ഏതൊരു പോയിന്റും. ഓക്കെ, ഇതാണ് എൻഡോന്യൂക്ലിയേസസ്. ഇനി ഞാൻ റെസ്ട്രിക്ഷൻ എൻസൈം. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസസ് എന്ന് പറയുന്നത് അത് DNA സ്പെസിഫിക് പോയിന്റ്സിൽ കട്ട് ചെയ്യും. അത് എന്താ, അപ്പൊ അവര് എന്ത് ചെയ്യും, ഒരു ഷോർട്ട് സിംഗിൾ സ്ട്രാൻഡഡ് ഫ്രീ എൻസ് ഉണ്ടാക്കും. അതായത് ഇങ്ങനെയാണെന്ന് വെച്ചോ, എൻഡ് 5 പ്രൈം 3 പ്രൈം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, റെസ്ട്രിക്ഷൻ എൻസൈംസ് ഈ ഒരു എൻഡ് കട്ട് ചെയ്ത് ഇതിനെ ഫ്രീ ആക്കും, ഈ ഒരു സ്ട്രാൻഡിനെ കളയും. എന്നിട്ട് ഇത് വേറെ ഇതായിട്ട് ജോയിൻ ചെയ്യും, ഫോറിൻ DNA ആയിട്ട് ജോയിൻ ചെയ്യും. അതിനെയാണ് നമ്മൾ പറയുന്നത് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസസ്. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസസ് എന്താ, DNA ഡ്യൂപ്ലെക്സ് എന്ന സ്പെസിഫിക് പോയിന്റ്സിൽ ക്ലീവ് ചെയ്യും. ഇങ്ങനെ, അപ്പൊ അവർക്ക് ഷോർട്ട് സിംഗിൾ സ്റ്റാൻഡേർഡ് ഫ്രീ എൻഡ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത് ഞാൻ പറഞ്ഞ ടൂൾസ്. എന്തിന്, നമ്മളുടെ റീകോമ്പിനന്റ് DNA ഉണ്ടാക്കാനുള്ള ടൂൾസ് ആണ് എന്ത് ഇത്.
ഇനി എന്താ ഞാൻ പറഞ്ഞു ഫസ്റ്റ് റെസ്ട്രിക്ഷൻ എൻസൈം കണ്ടുപിടിച്ചത് ആരാ? അത് ആർബർ സ്മിത്ത് നാത്തൻസ് ആണ് പറഞ്ഞു. ഈക്കോർ ആർബൺ അതാണ് ഫസ്റ്റത്തെ റെസ്ട്രിക്ഷൻ എൻസൈം, ഈക്കോർ ആർബൺ ഡിസ്കവേർഡ് ചെയ്ത് ആർബർ സ്മിത്ത് ആൻഡ് നാത്തൻസ്. ഈ എൻസൈംസ് എന്താ പല ബാക്ടീരിയകളിൽ കാണും. പിന്നെ അവർക്ക് ഈ ക്ലീവേജും അല്ലാണ്ട് എന്ത് ഇവർക്ക് മോഡിഫൈ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു സ്റ്റിക്കിയൻസും ഉണ്ട്, ഇതുണ്ട്. റെസ്ട്രിക്ഷൻ എൻസൈംസ് യൂസ് ചെയ്യാൻ കാരണം എന്താ, അവര് കുറച്ച് സ്പെസിഫിക് DNA സീക്വൻസ് എന്താ ടിപ്പിക്കലി എന്താ 4 to 8 ന്യൂക്ലിയോടൈഡ്സ് ഉള്ള ഒരു സ്പെസിഫിക് DNA കട്ട് ചെയ്യും. ആ കട്ട് ചെയ്ത് എങ്ങനെയാണ് പാലിൻഡ്രോമിക് എൻഡ് ആണ്. ഓക്കെ, ഇനി ഇത് എൻഡിൽ കട്ട് ചെയ്യുമ്പോൾ സ്റ്റിക്കി എൻസ് ആയിരിക്കും എണ്ണ സെയിം ന്യൂക്ലിയോടൈഡിലാണ് അവർ കട്ട് ചെയ്യണമെങ്കിൽ അത് ബ്ലണ്ട് എൻസ് വരും. ഓക്കെ, ഇനി നമുക്ക് ഈ ഫ്രാഗ്മെന്റ്സ് കിട്ടി. ഞാൻ പറഞ്ഞ പോലെ ഈ എൻസൈംസ് വെച്ച് നമുക്ക് ഫ്രാഗ്മെന്റ്സ് കിട്ടി. ഇനി അവരെ സെപ്പറേറ്റ് ചെയ്യുന്ന ടെക്നിക്കാണ് ജെൽ ഇലക്ട്രോഫോറസിസ്. അതൊരു ആക്ച്വലി എന്താ നമ്മൾ മോളിക്യൂൾസ് ഈ ചാർജും വെയിറ്റും അനുസരിച്ച് അവരെന്താ ഇലക്ട്രിക് ഫീൽഡിൽ ട്രാവൽ ചെയ്യും. ആ എത്ര ട്രാവൽ ചെയ്യാൻ പറ്റും അങ്ങനെ അത് നോക്കിയിട്ടാണ് നമ്മൾ എന്താ പറയാ സെഗ്മെന്റ്സിന് സെപ്പറേറ്റ് ചെയ്യണം. എക്സാമ്പിൾ ആണ് ആ മാട്രിക്സിന് നമ്മൾ ഇപ്പോഴും യൂസ് ചെയ്യുന്ന നാച്ചുറൽ പോളിമർ ആണ് സീവീഡ്സ് എന്നൊക്കെ കിട്ടുന്നത്. ഓക്കെ, ആഗ്രോസ് എന്ന് പറയും. ഇനി നമുക്ക് ഈ സെപ്പറേറ്റഡ് DNA ഫ്രാഗ്മെന്റ്സ് എന്ത് നമുക്ക് നേരിട്ട് കാണാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം, ഈ DNA സ്റ്റെയിൻ ചെയ്യണം. എന്ത് വല്ല കളേർഡ് കോമ്പൗണ്ട്, അതായത് എത്തീരിയം ബ്രോമൈഡ് ആണ് നോർമലി ചെയ്യാം. അങ്ങനെ എത്തീരിയം ബ്രോമൈഡായി സ്റ്റെയിൻ ചെയ്യും, ഫോളോഡ് ബൈ എന്ത് UV റേഡിയേഷന്റെ എക്സ്പോഷർ വഴി. ഓക്കെ, ഇനി നമുക്ക് ഈ DNA സെപ്പറേറ്റഡ് ബാൻഡ്സ് DNA ഉണ്ടല്ലോ, അതെന്താ നമ്മൾ കട്ട് ചെയ്യും ആഗ്രോസ് ജെല്ലിൽ നിന്ന്. ആ ഒരു ജെൽ പീസിൽ നിന്ന് കട്ട് ചെയ്യണതിനെയാണ് നമ്മൾ എന്താ പറയുക എല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, അപ്പൊ ദീസ് ഫ്രാഗ്മെന്റ്സ് ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ ടെക്നിക് നോൺ ആസ് എന്താ ജെൽ ഇലക്ട്രോഫോറസിസ്. These fragments can be separated by a technique known as gel electrophoresis. Okay, gel electrophoresis വഴിയാണ് അവരെന്ത് ചെയ്യും സെപ്പറേറ്റ് ചെയ്യാം. അത് ബേസ്ഡ് ഓൺ എന്താ ചാർജ് ആൻഡ് സൈസ് ഓഫ് മോളിക്യൂൾ. Based on charge and size of molecule. Okay, അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്താ പറയാ ഒരു മാട്രിക്സിൽ നമ്മൾ ഇവരെ സെപ്പറേറ്റ് ചെയ്യുക. ആ മാട്രിക്സ് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്താ മോസ്റ്റ്ലി എന്താ ആഗ്രോസ് ആണ്. നാച്ചുറൽ പോളിമർ ആണ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ദ സീവീഡ്സ്. ആഗ്രോസ് അതെന്ത് സീവീഡ്സ് എക്സ്ട്രാക്ട് ചെയ്ത. ഓക്കെ, ഇനി നമുക്ക് ഈ സെപ്പറേറ്റഡ് DNA ഫ്രാഗ്മെന്റ്സ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ UV റേഡിയേഷൻ വെച്ച് എത്തീരിയം ബ്രോമൈഡ് ആയിട്ട് സ്റ്റെയിൻ ചെയ്യണം. Separated DNA fragments എന്താ can be visualized only after എന്താ നമ്മൾ ആ DNA സ്റ്റെയിൻ ചെയ്യണം ബൈ എത്തീരിയം ബ്രോമൈഡ്. DNA with എത്തീരിയം ബ്രോമൈഡ്. Okay, under UV radiation. ഇതാണ് നമ്മൾ ഇതിനെയാണ് നമ്മൾ സ്റ്റെയിൻ ചെയ്ത് കണ്ടു. ഇനി നമ്മൾ എന്താ ജെൽ ഇലക്ട്രോഫോറസ് മാട്രിക്സ് കട്ട് ചെയ്യണം ഈ DNA ഫ്രാഗ്മെന്റ്സ്. അതിനെയാണ് നമ്മൾ പറയുക എല്യൂഷൻ.
ജെൽപീസിന്ന് എക്സ്ട്രാക്ട് ചെയ്തു. അതിനെയാണ് നമ്മൾ പറഞ്ഞത് എന്താ, എല്യൂഷൻ. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത്, എല്യൂഷൻ. ഇനി അതിന് സിന്തസൈസിങ് എൻസൈംസ്. സിന്തസൈസിങ് എൻസൈംസ് എന്താ, നമ്മളിപ്പോ DNA ടെംപ്ലേറ്റ് RNA ടെംപ്ലേറ്റ് ആണ്, ഫ്രാഗ്മെന്റഡ് പീസ് നമ്മൾ എടുത്തു. ഇനി ഇനി കുറച്ച് എൻസൈംസ് യൂസ് ചെയ്യുന്നതിന് പുതിയ സ്ട്രാൻഡ്സ് ഓഫ് DNA ഈ കോംപ്ലിമെന്ററി ആയിട്ട് ഉണ്ടാക്കാൻ. അതിനെയാണ് നമ്മൾ 2 ടൈപ്പ് എൻസൈംസ് ഉണ്ട്, റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസും DNA പോളിമറേസും. റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എന്തിനു സഹായിക്കും, RNA ടെംപ്ലേറ്റിൽ കോംപ്ലിമെന്ററി DNA സ്ട്രാൻഡ്സ് ഉണ്ടാക്കാൻ സഹായിക്കും. പിന്നെ DNA പോളിമറേസ് എന്താ, കോംപ്ലിമെന്ററി DNA സ്ട്രാൻഡ്സ് ടെംപ്ലേറ്റ്സിൽ തന്നെ. ഓക്കെ, സിന്തസൈസിങ് എൻസൈംസ്. സിന്തസൈസിങ് എൻസൈം new strands of DNA complementary to existing DNA അല്ലെങ്കിൽ RNA template. രണ്ട് ടൈപ്പ് ഉണ്ട്, റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് ആൻഡ് DNA പോളിമറേസസ്. ഇപ്പൊ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എന്താ, അത് പറഞ്ഞ RNA ടെംപ്ലേറ്റിൽ DNA ഉണ്ടാക്കുക. റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് ഇത് നമ്മളുടെ ഞാനൊരു ഡിസീസ് പറഞ്ഞു, എന്താ എയ്ഡ്സ്, അതിൽ HIV, ഇങ്ങനെ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് ആണ് ഉപയോഗിക്കുക മൾട്ടിപ്ലൈ ചെയ്യാൻ. Complementary DNA strands on RNA templates. ഓക്കെ, ഇതാണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ്. ഇനി DNA പോളിമറേസ് എന്താ, കോംപ്ലിമെന്ററി DNA സ്ട്രാൻഡ്സ് എന്താ DNA ടെംപ്ലേറ്റ്സിൽ സിന്തസൈസ് ചെയ്യും. Complementary DNA strands on DNA templates. ഓക്കെ, ഇതാണ് എന്ത്, DNA പോളിമറേസ്. ഇതാണ് സിന്തസൈസിങ് എൻസൈംസ്. ഇനി എന്താ, രണ്ട് ലാസ്റ്റ് ഉണ്ട്, ജോയിനിങ് എൻസൈംസ്. ജോയിനിങ് എൻസൈംസ് എന്താ, നമ്മൾ ഈ DNA ഫ്രാഗ്മെന്റ്സിന് ജോയിൻ ചെയ്യും. അതായത് എക്സാമ്പിൾ ആണ് DNA ലൈഗേസ്. നമുക്ക് ഈക്കോലൈയിൽ യൂസ് ചെയ്യാൻ എന്തിനാ DNA ഫ്രാഗ്മെന്റ്സ് ജോയിൻ ചെയ്യാൻ. ഇതിനെ നമുക്ക് അതുകൊണ്ട് മോളിക്കുലർ ഗ്ലൂസ് എന്നും പറയാം. ജോയിനിങ് എൻസൈംസ്. അപ്പൊ ഈ എൻസൈംസ് എന്തിനു ഹെൽപ്പ് ചെയ്യും, joining the DNA fragments. എക്സാമ്പിൾ ആണ് DNA ലൈഗേസ് ഇൻ ഈക്കോലൈ. ഓക്കെ, അതാണ് ജോയിനിങ് എൻസൈംസ്. ഇനി എന്താ, ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ്. അവരെന്ത് ചെയ്യും, നമ്മൾ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കട്ട് ചെയ്യും 5' എൻഡിൽ ഒരു ലീനിയറൈസ് സർക്കുലർ DNAയിൽ. എന്നിട്ട് എന്താ, റീസർക്കുലറൈസേഷൻ എന്താ അവർ പ്രിവെന്റ് ചെയ്യും. ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കട്ട് ചെയ്യും. 5' എൻഡിൽ ഓഫ് ലീനിയറൈസ്ഡ് എന്ത് സർക്കുലർ DNA. എന്നിട്ട് എന്ത് ചെയ്യും, പ്രിവെന്റ് ചെയ്യും റീസർക്കുലൈസേഷൻ. അപ്പൊ അതെന്ത്, ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെയാണ് കട്ട് ചെയ്യുക, എന്ത്, ഫ്രം ദ 5' എൻഡ് ആണ് ഓഫ് ലീനിയറൈസ്ഡ്.
Okay, linearized circular DNA. എന്നിട്ട് എന്ത് ചെയ്യും? റീസർക്കുലൈസേഷൻ പ്രിവെന്റ് ചെയ്യും. ഓക്കെ, അതാണ് എന്ത് ആൽക്കലൈൻ ഫോസ്ഫറ്റേസ്. അപ്പൊ ഇതാണ് എന്ത് സ്റ്റെപ്സ് ആൻഡ് ടൂൾസ്, എങ്ങനെയാണ് നമുക്ക് എന്താ റീകോംബിനന്റ് DNA ജനറ്റിക് എഞ്ചിനീയറിംഗ് ഉണ്ടാക്കാൻ പറ്റുക, അതാണ് ഇതുവരെ നമ്മൾ നോക്കിയത്. ഓക്കെ, ഇനി എന്താ നോക്കുന്നുണ്ടോ? ഇനി നമ്മൾ ക്ലോണിങ് വെക്ടർ എന്താണെന്ന് അറിയണം, പിന്നെ പാസഞ്ചർ DNA. അപ്പൊ ഇതിനു മുമ്പ് നമുക്ക് ഇതുവരെ പഠിച്ച NCERT നോക്കാം. അപ്പൊ ബയോടെക്നോളജി ഞാൻ പറഞ്ഞത് എന്താ, ഈ ലിവിങ് ഓർഗാനിസംസ് അല്ലെങ്കിൽ എൻസൈംസിനെ യൂസ് ചെയ്യും. എന്ത് ഓർഗാനിസം നമുക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് എന്താ പറയുക യൂസ്ഫുൾ ആവാൻ, ഹ്യൂമൻസിന് യൂസ്ഫുൾ ആയ ആവശ്യമുള്ള പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ. അപ്പൊ ഈ സെൻസിൽ നമുക്ക് എന്താ, ഈ ബ്രെഡ്, വൈൻ അല്ലെങ്കിൽ കേർഡ് ഉണ്ടാക്കുന്ന ബയോടെക്നോളജി അല്ലേ. കാരണം നമ്മള് ഈ ബാക്ടീരിയയുടെ എന്ത് ഈ അസിഡിക് ബാക്ടീരിയ, അതായത് കേർഡിൽ ലാക്ടോബാസിലസിനെ ഇത് വഴി ഉപയോഗിച്ചാണ് നമ്മൾ ഫെർമെന്റ് ചെയ്ത് കേർഡൊക്കെ ഉണ്ടാക്കണം. പക്ഷെ ഈ ബയോടെക്നോളജി ഉണ്ടല്ലോ, നമ്മള് ലീഡിങ് ആണ്, പക്ഷെ നോർമൽ ആൾക്കാർക്ക് ഇതിനെ കുറിച്ച് അറിവില്ല. അതിന് വേണ്ടിയിട്ട് ബയോടെക്നോളജി നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. അതായത് ഇപ്പൊ നമുക്കൊരു ടെസ്റ്റ് ട്യൂബ് ബേബി ഉണ്ടാക്കുന്ന വിചാരിച്ചു, അതെന്താ, അല്ലെങ്കിൽ ഒരു DNA വാക്സിൻ ഉണ്ടാക്കുക, അല്ലെങ്കിൽ അല്ല ഡിഫക്റ്റീവ് ആയ ജീൻ, നമ്മുടെ ബോഡിയിലുള്ള ഒരു ഡിഫക്റ്റീവ് ജീനിനെ കറക്റ്റ് ചെയ്യാൻ, അതെന്താ ബയോടെക്നോളജി തന്നെയാണ്. ഇപ്പൊ യൂറോപ്യൻ ഫെഡറേഷൻ ഓഫ് ബയോടെക്നോളജി ഒരു ഡെഫിനേഷൻ തന്നിട്ടുണ്ട്, എന്താ പറയാ ബയോടെക്നോളജി. അപ്പൊ എന്താ ട്രഡീഷണൽ വ്യൂവും ചെയ്യും, മോഡേൺ മോളിക്കുലർ ബയോടെക്നോളജി എന്ത് ചെയ്യുക, അവര് കൺസിഡർ ചെയ്യും. അപ്പൊ അങ്ങനെയാണ് അവര് ഡെഫിനിഷൻ തന്നത്. നാച്ചുറൽ സയൻസ്, ഓർഗാനിസംസ്, പിന്നെ മോളിക്കുലർ അനലോഗ്സ് ഓഫ് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് ആണ് നമ്മളുടെ എന്ത് ബയോടെക്നോളജി. ഇനി പ്രിൻസിപ്പിൾസ് ഓഫ് ബയോടെക്നോളജി എന്താ, രണ്ട് കോർ ടെക്നിക്സ് ഞാൻ പറഞ്ഞു, ജനറ്റിക് എഞ്ചിനീയറിംഗ്, ബയോ പ്രോസസ് എഞ്ചിനീയറിംഗ്. ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്താ ഞാൻ പറഞ്ഞു, ഈ നമ്മളുടെ ജനറ്റിക് മെറ്റീരിയലിന്റെ കെമിസ്ട്രി ഓൾട്ടർ ചെയ്ത് പുതിയ ഹോസ്റ്റ് ഓർഗാനിസത്തിൽ ഉണ്ടാക്കി ഒരു പുതിയ ഫീനോടൈപ്പ് ഉണ്ടാക്കും. അതാണ് എന്ത് ജനറ്റിക് എഞ്ചിനീയറിംഗ്. ബയോ പ്രോസസ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് എന്താ, അത് സ്റ്റെറൈൽ ആംബിയൻസ്, കെമിക്കൽ എഞ്ചിനീയറിംഗ് പ്രോസസ്സിൽ എന്താ പറയുക, സ്റ്റെറൈൽ ആംബിയൻസ് മെയിൻറ്റെയിൻ ചെയ്യുക ടു എനേബിൾ എന്താ ഗ്രോത്ത് ഓഫ് ഓൺലി ദ ഡിസൈഡ് മൈക്രോ ലാർജ് ക്വാണ്ടിറ്റീസ്. അതിനെയാണ് പറയുന്നത് ബയോ പ്രോസസ് എഞ്ചിനീയറിംഗ്. ഓക്കെ, ഇനി നമുക്ക് എന്താ പറയാ, റീകോംബിനന്റ് DNA എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഈ ജനറ്റിക് എഞ്ചിനീയറിംഗ് വെച്ച് പുതിയ DNA ഉണ്ടായതാണ് റീകോംബിനന്റ് DNA. അതെങ്ങനെ ജീൻ ക്ലോൺ ചെയ്യാൻ, ജീൻ ട്രാൻസ്ഫർ ചെയ്യാൻ, എലിമിനേഷൻ ചെയ്യാൻ, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്ത് നമുക്ക് അതെടുക്കാം. ഇനി വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയണത് എന്താ, ക്ലോണിങ്. ക്ലോണിങ് എന്ന് പറയുന്നത് എന്താ, അത് ആക്ച്വലി നമുക്ക് ഒരു DNA ടെംപ്ലേറ്റിന്റെ ഐഡന്റിക്കൽ മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാക്കാൻ പറ്റുന്ന കഴിവാണ് ക്ലോണിങ്. മനസ്സിലായല്ലോ? മേക്കിംഗ് എന്താ, ഐഡന്റിക്കൽ മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് എനി ടെംപ്ലേറ്റ് DNA, അതാണ് ക്ലോണിങ്. അപ്പോൾ ഫസ്റ്റ് റീകോംബിനന്റ് DNA എങ്ങനെ ഉണ്ടായി, ഒരു എന്താ പറയുക ലിങ്കിങ്, ജീനിന്റെ ലിങ്കിങ് വഴി ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉണ്ടായി ഒരു നേറ്റീവ് പ്ലാസ്മിഡ്, ഇതിൽ സയാൽമണല്ല ടൈഫിമ്യൂറിയം. അത് ആക്ച്വലി സ്റ്റാൻലി കോഹൻ ആൻഡ് ഹെർബർട്ട് ബോയർ ആണ് ഇത് പറഞ്ഞത്. ഓക്കെ, 1972 ഈ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് അവർ ഐസൊലേറ്റ് ചെയ്തു. ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന ജീൻ അതങ്ങനെ ഒരു സ്പെസിഫിക് DNA പ്ലാസ്മിഡിൽ നിന്ന് കട്ട് ചെയ്തു. എന്നിട്ട് വേറൊരു DNA അത് ജോയിൻ ചെയ്തു. ഇതിനെയാണ് അങ്ങനെയാണ് ഇത് കണ്ടുപിടിച്ചത്. ഓക്കെ, ഇനി നമുക്ക് ക്ലോണിങ് വെക്ടേഴ്സ് നോക്കാം. ക്ലോണിങ് വെക്ടേഴ്സ്
ക്ലോണിംഗ് വെക്ടർ എന്ന് പറയുന്നത് എന്താ ആക്ച്വലി? അത് ആക്ച്വലി എന്താ, ഒരു DNA നമുക്ക് കാരിയറായി ഉപയോഗിക്കാം. എന്തിനാ? ഒരു ഫ്രാഗ്മെന്റ് ഫോറിൻ DNA ട്രാൻസ്ഫർ ചെയ്യാൻ ഒരു സ്യൂട്ടബിൾ ഹോസ്റ്റ്. ഓക്കെ, നമുക്ക് DNA കാരിയറായി ഉപയോഗിച്ചൊരു അതിൻ്റെ ഉള്ളിൽ എന്ത് വേറൊരു ഫോറിൻ DNA എന്താ ഹോസ്റ്റേക്ക് ഉണ്ടാക്കും. അതിനെയാണ് വെഹിക്കിളിംഗ് വെക്ടർ DNA എന്ന് പറയുന്നത്. ഇപ്പൊ പ്ലാസ്മിഡ്സ് എന്താ, പ്ലാസ്മിഡ്സും ഉണ്ട് ബാക്ടീരിയോഫേജസും ഉണ്ട്. അവർക്ക് എന്താ കഴിവ്? അവർക്ക് ഈ റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് ഈ ബാക്ടീരിയൽ സെൽസ്. എങ്ങനെ? ഇൻഡിപെൻഡന്റ് ആയിട്ട് നമ്മുടെ ക്രോമസോമൽ DNA ഇൻഡിപെൻഡന്റ് ആയിട്ട് റിപ്ലിക്കേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പൊ ഇതാണ് ഫോളോയിങ് ആണ് ഒരു ഫീച്ചേഴ്സ്. ഒന്ന് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ, അതായത് ORI. അതെന്താ സീക്വൻസ് ആണ്. ഈ റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആവുന്ന സീക്വൻസിനെയാണ് നമ്മൾ എന്താ പറയുക, ORI എന്ന് പറയുന്നത്. ഇനി അപ്പോ ഈ വെക്ടർ എന്താ, ഒരു ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. ORI ഇല്ലെങ്കിൽ അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഈ സീക്വൻസ് ആണ് എന്താ റെസ്പോൺസിബിൾ ഫോർ എന്താ കൺട്രോളിങ് ഇൻ ദ കോപ്പി നമ്പർ ഓഫ് ലിങ്ക്ഡ് DNA. ഓക്കെ, അപ്പൊ ക്ലോണിംഗ് വെക്ടർ, ഇപ്പൊ DNA ആണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യാം. ഓക്കെ, DNA യൂസ്ഡ് ആസ് എ കാരിയർ ആണ്. എന്തിന്? ഒരു ഫ്രാഗ്മെന്റ് ഫോറിൻ DNA ട്രാൻസ്ഫർ ചെയ്യാം. എന്ത്? സ്യൂട്ടബിൾ ഹോസ്റ്റിൽ ട്രാൻസ്ഫർ ചെയ്യാം. സ്യൂട്ടബിൾ ഹോസ്റ്റ്. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് വെഹിക്കിൾ അല്ലെങ്കിൽ വെക്ടർ DNA എന്ന് പറയുന്നത്. അപ്പൊ പ്ലാസ്മിഡ്സ് അല്ലെങ്കിൽ ബാക്ടീരിയോഫേജസിനാണ് ഈ എബിലിറ്റി ഉള്ളത്. വെക്ടർ DNA, ക്ലോണിംഗ് വെക്ടേഴ്സിന് വെക്ടർ DNA ആണുള്ള എബിലിറ്റീസ്. ഇൻഡിപെൻഡന്റ് എന്ത്? നമ്മുടെ ക്രോമസോം DNA കൺട്രോൾ ഇല്ലാണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള കഴിവ്. അപ്പൊ ഞാൻ പറഞ്ഞു എന്തൊക്കെ ഫീച്ചേഴ്സ് വേണം ഒരു ക്ലോണിങ് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ ഒരു വെക്ടറിൽ. ORI വേണം. ORI എന്താ? ഒറിജിൻ ഓഫ് സീക്വൻസ് ആണ്. ഓക്കെ, ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. അപ്പൊ അത് ഉണ്ടായാലേ നമുക്ക് എന്താ ഹോസ്റ്റ് സെല്ലിൽ അവർക്ക് മൾട്ടിപ്ലൈ ഉള്ള കഴിവ് ഉണ്ടാവുള്ളൂ. ORI ഇവിടുന്നാണ് റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇതിനെന്താ, ഒരു വെക്ടറിന് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ എന്ത് സ്പെഷ്യൽ ഇത് വേണം? എന്ത്? ഓക്കെ, അതാണ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. വെക്ടറിന് എന്ത് വേണം? എന്താ? ഇറ്റ് ഈസ് ഏബിൾ ടു മൾട്ടിപ്ലൈ ആണ്. ഹോസ്റ്റ് സെൽസ് മൾട്ടിപ്ലൈ ഉള്ള ഇതാണ് ORI. മനസ്സിലായല്ലോ?
അതാണ് ക്ലോണിക് വെക്ടേഴ്സിന് ORI വേണമെന്ന് പറയുന്നത്. അത് കഴിഞ്ഞത് സെലക്ടബിൾ മാർക്കർ വേണം. സെലക്ടബിൾ മാർക്കർ എന്താ, ഈ ORIയുടെ ഒപ്പം എന്താ ഒരു സെലക്ടബിൾ മാർക്കർ, അതെന്താ, നോർമലി ഈ ജീനിന് എന്തെങ്കിലും വല്ല റെസിസ്റ്റൻസ് ഉണ്ടാവും ഈ ആന്റിബയോട്ടിക്സ്, അതാണ് നമ്മൾ ഇന്ന് സെലക്ടബിൾ മാർക്കേഴ്സ് ഈക്വാലിറ്റി യൂസ് ചെയ്യുന്നത്. ആംപിസിലിൻ, ക്ലോറാംഫെനിക്കോൾ, അല്ലെങ്കിൽ ടെട്രാസൈക്ലിൻ, കാനമൈസിൻ, ഇതൊക്കെ യൂസ് ചെയ്യണം സെലക്ടബിൾ മാർക്കർ. അത് കഴിഞ്ഞാൽ ക്ലോണിങ് സൈറ്റ്സ് വേണം. ഇപ്പൊ ഏലിയൻ DNA ലിങ്ക് ചെയ്യാനെന്ന് ഈ വെക്ടറിന് കുറച്ച് റെക്കഗ്നേഷൻ സൈറ്റ്സ് ഉണ്ട്, അതാണ് കോമൺലി യൂസ് ചെയ്യുന്നത് റെസ്ട്രിക്ഷൻ എൻസൈംസ്. ഇപ്പൊ ലൈഗേഷൻ ഓഫ് ഏലിയൻ DNA എന്താ, നമ്മള് റെസ്ട്രിക്ഷൻ സൈറ്റിൽ നടത്തും എന്ത്, ഏതെങ്കിലും ഒരു ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീൻ. ഓക്കെ, ഇപ്പൊ ഒരു എക്സാമ്പിൾ എന്താ, നമ്മളൊരു ഫോറിൻ DNA BAMH1 സൈറ്റ് ഓഫ് ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീൻ എടുത്തു എന്ന് വിചാരിക്കും. അപ്പൊ ഈ റീകോംബിനന്റ് പ്ലാസ്മിഡ് എന്താ, ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ലൂസ് ചെയ്യും ഈ ഫോറിൻ DNA ഇൻസേർഷൻ കാരണം. അപ്പൊ ഇത് കാരണം നമുക്ക് ഇത് സെലക്ട് ചെയ്യാം നോൺ റീകോംബിനന്റ് വൺസ്. ഒരു ആംപിസിലിൻ മീഡിയത്തിൽ നമുക്ക് ഗ്രോ ചെയ്താൽ നമുക്ക് നോൺ റീകോംബിനന്റ് വൺസ് സെലക്ട് ചെയ്യാം. ഈ ട്രാൻസ്ഫോർമൻസ് എന്താ, ഈ ആംപിസിലിൻ മീഡിയത്തിൽ എന്താ പറയാ ഗ്രോ ചെയ്യും. പക്ഷെ റീകോംബിനൻസ് എന്ത് ചെയ്യും, ആംപിസിലിൻ കണ്ടെയ്ൻ മീഡിയയിൽ ഗ്രോ ചെയ്യും, പക്ഷെ ടെട്രാസൈക്ലിനുള്ള സ്ഥലത്ത്. ഓക്കെ, സെലക്ടബിൾ മാർക്കർ എന്താ, ആന്റിബയോട്ടിക്സ് ആണ്. അത് നോർമലി ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീൻസ്. ഏതൊക്കെ ആന്റിബയോട്ടിക്സ് ആണത്, ആംപിസിലിൻ, ക്ലോറാംഫെനിക്കോൾ, ടെട്രാസൈക്ലിൻ ആണ് നമ്മൾ നോർമലി, കാനമൈസിൻ നോർമലി യൂസ് ചെയ്യാം. ആംപിസിലിൻ, ക്ലോറാംഫെനിക്കോൾ, ടെട്രാസൈക്ലിൻ അല്ലെങ്കിൽ കാനമൈസിൻ, അതാണ് എന്താ യൂസ്ഫുൾ സെലക്ടബിൾ എന്ത് മാർക്കേഴ്സ് ഈക്വലായിട്ടുള്ളത്. ഇനി ക്ലോണിങ് സൈറ്റ്സ് ഞാൻ പറഞ്ഞു. ക്ലോണിങ് സൈറ്റ്സ്, ക്ലോണിങ് സൈറ്റ്സ് നമുക്ക് ഏലിയൻ DNA ലിങ്ക് ചെയ്യാൻ എന്താണ് വെക്ടർ റെക്കഗ്നിഷൻ സൈറ്റ്സ് യൂസ് ചെയ്യും, റെസ്ട്രിക്ഷൻ എൻസൈംസ്. വെക്ടറിന് എന്താ റെസ്ട്രിക്ഷൻ സൈറ്റ്സ് വേണം. റെക്കഗ്നിഷൻ സൈറ്റ്സ്, ഓക്കെ, അതാണ് എന്ത്, മനസ്സിലായല്ലോ. ഇനി നമുക്ക് എന്താ പ്രോസസ്സസ് ഓഫ് റീകോംബിനന്റ് DNA ടെക്നോളജി നോക്കാം. ഓക്കെ, റീകോംബിനന്റ് DNA ടെക്നോളജിയുടെ പ്രോസസ്. അപ്പൊ ഒരു റീകോംബിനന്റ് DNA മോളിക്യൂൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അത് നമുക്ക് രണ്ടിൽ കൂടുതൽ DNA സെഗ്മെന്റ്സിനെ എന്താ ജോയിൻ ചെയ്യാം. അപ്പൊ അവരെന്താ യൂഷ്വലി എന്ത് ചെയ്യും, ഡിഫറെന്റ് ഓർഗാനിസത്തിലാണ് അവർ യൂഷ്വലി ഒറിജിനേറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ എന്താ മോർ സ്പെസിഫിക് ചെയ്യുന്ന ഒരു റീകോംബിനന്റ് DNA മോളിക്യൂൾ എന്താ വെക്ടർ ആണ്. പ്ലാസ്മിഡ് ആവാം, ബാക്ടീരിയോഫേജ് ആവാം, അല്ലെങ്കിൽ വൈറസ് ആവാം. അതിൻ്റെ ഉള്ളിലാണ് എന്ത് ഡിസൈഡ് DNA ഫ്രാഗ്മെന്റ് എന്താ ഇൻസേർട്ട് ചെയ്യണം. എന്തിനാ, ക്ലോണിങ് എനേബിൾ ചെയ്യാൻ. റീകോംബിനന്റ് DNA മോളിക്യൂൾസ് എന്താ പ്രൊഡ്യൂസ് ചെയ്യാൻ എങ്ങനെയാണ്, ഒരു 3 ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ഒന്ന്, ലാർജ് നമ്പർ ഓഫ് കോപ്പീസ് ഓഫ് സ്പെസിഫിക് DNA ഫ്രാഗ്മെന്റ്സ് ഉണ്ടാക്കാൻ.
പിന്നെന്താ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് പ്രോട്ടീൻ പ്രൊഡ്യൂസ്ഡ് ബൈ കൺസേൺ ജീൻ അത് റിക്കവർ ചെയ്യാൻ. പിന്നെ ടു ഇന്റഗ്രേറ്റ് ദ ജീൻ ഇൻ ക്വസ്റ്റൻ ഇൻ ടു ക്രോമസോം എന്ത് ടാർഗറ്റ് ഓർഗാനിസം where it expresses itself. ഓക്കെ, അതാണ് റീകോംബിനന്റ് DNA മോളിക്യൂൾസ്. ഈ ടെക്നിക്കിന് നമ്മൾ ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴിയാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. അപ്പൊ ഇതിന് നമ്മൾ ഏറ്റവും ആദ്യം എന്ത് ചെയ്യും, ഒരു ഡിസൈഡ് ജീൻ ഐസൊലേറ്റ് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും, അത് ട്രാൻസ്ഫർ ചെയ്ത് പിന്നെ എക്സ്പ്രഷൻ ചെയ്യും എന്തൊരു ഓർഗാനിസം ഓഫ് ചോയ്സ്. അപ്പൊ അതിനെയാണ് നമ്മൾ ട്രാൻസ്ജീനിക് മൈക്രോ ഓർഗാനിസം എന്ന് പറയുന്നത്. ട്രാൻസ്ജീനിക് മൈക്രോ ഓർഗാനിസത്തിന്റെ എക്സാമ്പിൾ ആണ് നമ്മൾ ഇപ്പോൾ ഹ്യൂമൻ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അത് ട്രാൻസ്ജീനിക് ഈക്കോളൈ സ്ട്രെയിൻ എന്നാണ്. പിന്നെ ഒരു ആപ്ലിക്കേഷൻ ഓഫ് റീകോംബിനന്റ് DNA ടെക്നോളജീസ് എന്താ, നമുക്കത് ഈ ഏജിങ് അല്ലെങ്കിൽ സെല്ലുലാർ ഡിഫറൻസിയേഷൻ പ്രോസസ് ഒക്കെ എന്താ പറയാ കൂടുതൽ എലൂസിഡേറ്റ് ചെയ്യാൻ പറ്റി, അതായത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. പിന്നെ ബയോകെമിസ്ട്രിയിലും ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിലും എന്താ ഈ എഞ്ചിനീയറിംഗ് ജീൻസ് അല്ലെങ്കിൽ യൂസ്ഫുൾ കെമിക്കൽ കോമ്പൗണ്ട്സ് ചീപ്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ പ്രൊഡക്ഷൻ ഓഫ് ട്രാൻസ്ജീനിക് പ്ലാന്റ്സ്, പ്രൊഡക്ഷൻ ഓഫ് ജനറ്റിക്കലി മോഡിഫൈഡ്. ഓക്കെ, ഇനി നമുക്ക് സ്പെസിഫിക് ജനറ്റിക് മെറ്റീരിയൽ ഐസൊലേറ്റ് ചെയ്യണമെങ്കിൽ DNA, അതിനെ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഈ പ്ലാസ്മിഡാണെങ്കിൽ ജീനോമിക് DNA സെൽസിനെ റിമൂവ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്താ പറയുക ഐസൊലേഷൻ. ഐസൊലേഷൻ യൂഷ്വലി എന്താ ഈ സെൽ മെംബ്രെയിനെ ബ്രേക്ക് ചെയ്യലാണ്. എന്നിട്ട് എന്ത് ചെയ്യും, സെൽ വോൾ ആണെങ്കിൽ ബ്രേക്ക് ചെയ്യാം. പ്ലാന്റ് സെൽസിൽ അനിമലാണെങ്കിൽ സെൽ മെംബ്രെയിൻ ബ്രേക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ പ്ലാന്റ് സെല്ലാണെങ്കിൽ സെൽ വോളും ബ്രേക്ക് ചെയ്യാം. അപ്പൊ DNA എന്താ നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് ഈ ബാക്ടീരിയൽ സെൽസ്, പ്ലാന്റ്സ് അല്ലെങ്കിൽ അനിമൽ ടിഷ്യൂനെന്ത് ഈ ലൈസോസൈം പോലത്തെ എൻസൈംസ് ഉപയോഗിച്ച്. ഓക്കെ, ഓക്കെ ഇപ്പൊ നമുക്ക് കുറച്ച് NCERT ക്വസ്റ്റ്യൻസ് ചെയ്യാം. അല്ലെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞ ഇത്രയും പഠിച്ചു വെക്കാൻ ഞാൻ നാളെ എടുക്കുന്നില്ല. ഓക്കെ, നാളെ ഇനി ബാക്കി റെസ്റ്റ് നമുക്ക് എടുക്കാം. അപ്പൊ ഞാൻ നിങ്ങൾക്ക് പറയാനുള്ള കാര്യം എന്താണെങ്കിൽ ടൈം കുറവേ ഉള്ളൂ, അപ്പൊ അത് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക നന്നായിട്ട്. ഞാൻ നിങ്ങൾക്ക് നല്ല ടഫ് ടൈം ആയിട്ട് നിങ്ങൾക്ക് ഒറ്റപ്പെടുന്നു തോന്നും, നിങ്ങൾക്ക് ഈ ബാക്കി നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ എൻജോയ് ചെയ്യണത് വേണം, കോമേഴ്സ് അല്ലെങ്കിൽ വേറെ സ്ട്രീം എടുത്തവര്. പക്ഷെ നമുക്ക് റിസൾട്ട് കിട്ടണമെങ്കിൽ നമുക്കൊരു സ്റ്റേബിൾ ലൈഫ് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടിയേ പറ്റൂ. മനസ്സിലായോ? അതായത് ഇപ്പോ ഞാൻ വിചാരിക്കും എനിക്ക് ഒറ്റ ദിവസത്തുകൊണ്ട് ഡോക്ടർ ആവാൻ പറ്റും, ഇല്ല. അതിനെന്ത് 10-12 വർഷം മിനിമം പഠിക്കണം. അത്രയും പഠിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഫീൽഡിൽ ഇറങ്ങുന്നത്. അപ്പൊ അതിനു വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്തേ പറ്റും. ബാക്കിയുള്ളവരുടെ ലൈഫ് കണ്ട് നിങ്ങൾ എന്ത് ചെയ്ത് നിങ്ങൾക്ക് വിഷമം തോന്നുന്നത്, അയ്യോ അവരൊക്കെ നന്നായി എൻജോയ് ചെയ്യാം. പക്ഷെ അവരിപ്പോ എൻജോയ് ചെയ്തോട്ടെ, നിങ്ങളൊരു സ്റ്റേബിൾ ലൈഫ് ആകുമ്പോൾ അവര് എന്ത് ചെയ്യും, കഷ്ടപ്പെടും പൈസ ഉണ്ടാക്കാൻ, ജീവിക്കാൻ. അപ്പൊ നിങ്ങളൊരു സ്റ്റേബിൾ ലൈഫ് ഉണ്ടാവും, നിങ്ങൾക്ക് അപ്പൊ എൻജോയ് ചെയ്യാം. അതല്ലേ നല്ലത്. ഓക്കെ, അത്രേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. ഓക്കെ, പിന്നെ ഞാൻ നിങ്ങൾക്കൊരു ടിപ്പ് പറഞ്ഞുതരാം. നിങ്ങൾക്കിപ്പോ ഇനി ഒറ്റപ്പെടാൻ തോന്നുകയാണെങ്കിൽ ഒരു ജേർണൽ എഴുതുക രാത്രി കിടക്കുന്നതിന് മുമ്പ്. ആ ജേർണലിൽ എന്ത് ചെയ്യാം, അത് നിങ്ങൾ ഇഷ്ടമുള്ള എഴുതുക. എന്താ തോന്നുന്ന അത് എഴുതുക. അപ്പൊ അത് ഇന്നത്തെ ചാപ്റ്റർ നിങ്ങൾ നന്നായി പഠിക്കുക. ഇപ്പോ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. താങ്ക് യു.